ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ മിഷൻ ഹൗസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ തന്ന സപ്പോർട്ടിന് നന്ദി. അതുപോലെ തന്നെ നീഡിൽ കാല് എങ്ങനെ, അതായത് നമ്മൾ മുത്തുകളോ എന്തെങ്കിലും കട്ടിക്കൂടിയ ഡ്രസ്സുകളോ തയ്ക്കുമ്പോൾ നീഡിൽ കാലിൽ പൊങ്ങിപ്പോയാൽ അതങ്ങനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാം എന്ന് നിങ്ങൾ പഠിച്ചു കാണും. വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, ചില സമയങ്ങളിൽ നമ്മൾ വീലിങ്ങനെ കറങ്ങും. നമ്മൾ ചവിട്ടിത്തിരിക്കും വീലാണല്ലോ കറങ്ങുന്നത്. ഇത് കറങ്ങുമ്പോൾ നീഡിൽ കാലം അനങ്ങാണ്ട് നിന്നിട്ടുണ്ടാവും. നീഡിൽ കാലിൽ പൊങ്ങുകയോ താഴുകയോ ഒന്നും ചെയ്യുന്നുണ്ടായില്ല. അപ്പോൾ ഈ കണക്ഷൻ എവിടെയാണ്, എന്താണ്, കുറേ ആൾ ചോദിച്ച ഡൗട്ടാണിത്. ഇതിങ്ങനെ കറങ്ങുന്നുണ്ട്, വീല് കറങ്ങുന്നുണ്ട് തയ്ക്കുമ്പോൾ, പക്ഷേങ്കിൽ സ്റ്റിച്ച് വരുന്നില്ല, നീഡിൽ കാല് പൊങ്ങുന്നുമില്ല, താഴുന്നുമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിതാ മെഷീൻ അഴിച്ചു വെച്ചതിന് ശേഷം മെഷീൻ്റെ ഈ സൈഡിലായിട്ട് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. അതായത് സ്റ്റോപ്പ് മോഷൻ സ്ക്രൂ എന്നാണ് ഇതിന് പറയുന്നത്. ഈ സ്ക്രൂ നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് അഴിച്ചെടുക്കുക. വളരെ ഈസി ആയിട്ടാവും. ഈ സ്ക്രൂ അഴിച്ചെടുക്കുക. വളരെ ഈ സ്ക്രൂ ഇങ്ങോട്ട് അഴിച്ചെടുത്ത് ഇത് മാറ്റി വെക്കുക. അതുപോലെ തന്നെ അതിനുശേഷം ഈ സാധനം സ്ലോ മോഷൻ സ്ക്രൂ ഇതെന്ന് പറയും. ഇത് ഭയങ്കര ടൈറ്റ് ആയിരിക്കും. അങ്ങനെ ടൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയ എന്തെങ്കിലും ഇതുപോലത്തെ ചെറിയ ആണിയോ എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിച്ച് ഈ ഹോളിൽ വെച്ചിട്ട് ഒരു കുട്ടി കൊടുക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് ലെഫ്റ്റിലോട്ട് തിരിക്കണം കേട്ടോ. നമ്മൾ സാധാരണ വരുന്ന അതുപോലെ ഇതിങ്ങനെ അഴിച്ചെടുത്ത് കഴിയാം. ഈസി ആയിട്ട് അഴിച്ചെടുത്ത് ഈസി ആയിട്ട് അഴിച്ചെടുക്കുക. ഇതിൻ്റെ അടുത്ത് ഒരു വാഷറുണ്ട്. ഇത് 2 പിന്നുള്ള വാഷർ. പ്രത്യേകത ശ്രദ്ധിക്കണം, ഇതിൻ്റെ കാരണം കൊണ്ടാണ്. അതുപോലെ തന്നെ ഈ വാഷർ ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്, നല്ലൊരു ഗ്യാപ്പ് ഇവിടെ കാണാൻ പറ്റുന്നില്ല, ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പിൽ ഇനി ഈസി ആയിട്ട് നമുക്ക് വീലിങ്ങനെ അയച്ചെടുക്കാൻ പറ്റും. വീല് നല്ലപോലെ ഇട്ടതിന് ശേഷം മിഷൻ ഇച്ചിരി പൊക്കി പിടിച്ചിട്ട് ഈ വാഷർ ഈ 2 ഗ്യാപ്പിലായിട്ട് വളരെ ശ്രദ്ധിക്കണം. വാഷർ ഒരിക്കലും പോകരുത്. വാഷർ കറക്റ്റായിട്ട് ഈ വാഷർ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കണം. ഇതിരുന്നതിന് ശേഷം നമ്മുടെ ഈ സ്റ്റോപ്പ് മോഷൻ എന്ന് പറയുന്ന ഇത് നല്ലപോലെ തിരിച്ച് ഒന്ന് തിരിച്ച് ടൈറ്റാക്കണം. ഒന്ന് പിടിച്ച് കൈ കൊണ്ടൊന്ന് ടൈറ്റാക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത ഇത് ഒന്ന് ചുമ്മാ ഒരു മുട്ട് ഒരു മതി, ചെറിയ രീതിയിലൊരു മുട്ട് കൊടുത്താൽ ഇതൊന്ന് ടൈറ്റായി കിട്ടിയിട്ടാകുമ്പോൾ നമ്മളൊന്ന് വെറുതെ തിരിച്ചു നോക്കുക. ഇപ്പം നമ്മൾ നീഡിൽ ഇത് കണ്ട മനസ്സിലാകുന്നില്ല, നീഡിൽ കാല് പൊങ്ങിയതാ, ഇതിൻ്റെ കണക്ഷൻ ശരിയായി. അത് പോയത് എവിടെയാണെന്ന് വെച്ചാൽ ഈ വാഷർ ഇതിൽ നിലയിൽ പോയതുകൊണ്ടാണ്. അതിനുശേഷം നമ്മൾ ഈ സ്ക്രൂ നല്ല നോക്കി സ്ക്രൂ ടൈറ്റാക്കുക. ഈസി ആയിട്ട് സ്ക്രൂ ഇടുക. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ. സ്ക്രൂ ഒന്ന് മുറുക്കി ഇതും ടൈറ്റായി. ഇനി നമ്മൾ നോക്കുക, മെഷീൻ സാധാരണ രീതിയിൽ മെഷീൻ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. നീഡിൽ കാൽ പ്രവർത്തിക്കുന്നു. കാരണം ആ വാഷറിൻ്റെ പൊസിഷൻ കറക്റ്റ് അല്ലാതെ കൊണ്ട് മാത്രം സംഭവിക്കുന്ന കാര്യം ഇത്. അത് വളരെ നമുക്കിപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി. പക്ഷേ ഈ സ്റ്റോപ്പ് മോഷൻ എന്ന് പറയുന്ന ഈ സ്ക്രൂ അഴിക്കുമ്പോൾ, അല്ല ഈ സാധനം അഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാരണം ഇത് കുറച്ച് ടൈറ്റിലുണ്ടാകും എല്ലാ മെഷീൻ്റെ. അതുപോലെ ചെറിയൊരു ആണിയോ എന്തെങ്കിലും എടുത്തിട്ട് ഒരു കൊട്ട് കൊടുത്താൽ മതി ചെറിയ രീതിയിൽ. അത് ലൂസാകും. അതായത് ശ്രദ്ധിക്കണം, ഇടണം. കാരണം വളരെ നേരിയ ത്രെഡാണ് അതിൻ്റെ ഉള്ളിൽ. അത് ത്രെഡ് മിക്സായി പോകരുത്. ത്രെഡ് പോയാൽ പിന്നെ അത് ടൈറ്റ് ആവില്ല. ടൈറ്റ് ആയിട്ടില്ല പിന്നെ ഇതുപോലെ തന്നെ നീഡിൽ കാൽ പോകും. അതായത് ഇതുമായിട്ടുള്ള കണക്ഷൻ വിട്ടുപോകും. ഇതിൻ്റെ കണക്ഷൻ്റെ പ്രധാന കാരണം ആ വാഷറാണ്. ആ വാഷർ കൃത്യമായ രീതിയിൽ വെച്ച് ആ 3 ഹോളിൽ ഞാൻ ഇപ്പം കാണിച്ചില്ല, അതേ രീതിയിൽ ഹോളിൽ വെച്ച് ടൈറ്റാക്കിയാൽ ഉണ്ടാകും. മെഷീൻ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കമൻസോ നിങ്ങൾക്ക് ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.